ഉരുളക്കിഴങ്ങും സവാളയും ചേർന്നുള്ള മെഴുക്കുവരട്ടി. അവിയൽ, നമ്മുടെ അവിയൽ നല്ല വെന്ത് ഇതിലേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. കാന്താരി ചേർത്ത് അരക്കും. ഉപ്പ് ചേർത്ത് നമുക്ക് അവിയൽ നല്ലോണം മിക്സ് ചെയ്യാം. നമ്മുടെ അവിയൽ ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുകയാണ്. അത് ഈ കാന്താരി ഉണ്ടമുളക് ഇട്ടു അതിൻ്റെ അസാധ്യമാണ് മണം വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് തൈരൂടെ ചേർത്ത് ഇത് വാങ്ങണം. തൈര് ഒഴിച്ചു കൊടുക്കും. ഇനി മിക്സ് ചെയ്യാം. നമ്മുടെ അവിയൽ റെഡി. നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ വെഴുക്കുവരട്ടി ഓക്കെ ആയി. ഞാൻ ഇന്ന് പോവുകയാണ്. ഇന്ന് ചോറ്റാനിക്കര പോവുകയാണ്. നാളെ തൊട്ട് ഷൂട്ട് തുടങ്ങും. അപ്പം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബൈക്ക് ഇവിടെ ഉണ്ട്. ചോറടുപ്പത്തുണ്ട്. ഉടനെ വേവ്. ഇത് നല്ല ചമ്മന്തി, കാന്താരിയും ഉണ്ടോളവും കൂടെ ചേർക്കുന്ന ചമ്മന്തിയാണ്. അച്ഛൻ പുതിയ പാട്ടിറക്കിയിട്ടുണ്ട്. പുതിയ പാട്ടെന്താ പാട്? ഇപ്പൊ പാടിയ പാട്ടൊന്ന് പാട്. അച്ഛൻ പാടിയത് ഏതാ? ഒന്ന് പാട്. ആ പാട്ടൊന്ന് പാട്. ഇപ്പൊ പാടിയ പാട്ടൊന്ന് പാട്. ഒന്ന് പാട്. ആ പാട്ടൊന്ന് പാട്. ആ അല്ല, ഇപ്പൊ പാടിയ പാട്ടൊന്ന് പാട്. ആ പാട്ടൊന്ന് പാടാവോ? നിയമം ഇല്ലെന്നുള്ളതാ അവിടെ പറഞ്ഞതാ. ഞാൻ ഇന്ന് പോകും കേട്ടോ. ഞാൻ ഇന്ന് എറണാകുളം പോവും. ഷൂട്ടിങ്ങിന് പോകും. അച്ഛനെല്ലാം നോക്കിക്കോണം. ഇവിടെ ബൈജു ഉണ്ട് കേട്ടോ. ചോറ്, തൈര്, ഒരു മുട്ട പൊരിച്ചത്, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, നല്ല അവിയൽ, പിന്നെ കാന്താരി ചമ്മന്തി, നല്ല ഉരുളൊക്കെ. ഞാൻ ഇന്ന് പോവുകയാണ്. എനിക്കിന്ന് ഷൂട്ടിംഗ് ഉണ്ട്. ഷൂട്ടിംഗ് ഇന്നലെ നാളെ തുടങ്ങും ചോറ്റാനിക്കര. അപ്പം ഞാൻ അച്ഛൻ ചോറ് കൊണ്ടിട്ട് അതൊക്കെ ഞാനും ഇറങ്ങും. പിന്നെ ബൈജു ഇവിടെ ഉണ്ട്. ഇതിൽ പോയിട്ട് എനിക്ക് 8-ാം തീയതി വരും. 8-ാം തീയതി വന്നിട്ട് പ്രോഗ്രാം ഉണ്ട് എനിക്ക്. 8-ാം തീയതി ചിറ്റുമല അമ്പലത്തിൽ ഷോ ഉണ്ട്. അതുപോലെ തന്നെ 8-ാം തീയതി ഞങ്ങളുടെ ആത്മയുടെ മീറ്റിംഗ് തിരുവനന്തപുരത്ത് വെച്ച്. ഞാൻ നേരെ എറണാകുളത്ത് നിന്ന് നേരെ തിരുവനന്തപുരം പോയിട്ട് അവിടെ നിന്ന് നേരെ വെട്ടിക്കോല വന്ന് വെട്ടിക്കോലിൽ നിന്ന് പ്രോഗ്രാമും കഴിഞ്ഞിട്ട് രാത്രി തിരിച്ച് ചോറ്റാനിക്കര. ഇന്ന് മീനൊന്നും ഇല്ല. ഇന്ന് ചോറും നല്ല അവിയലും ഒക്കെ ഉള്ളു. കഴിക്കൂ. ഇന്ന് വലിയ മഴയില്ല, നല്ല ചൂടുണ്ട്. ചോ ആ ഈ മുട്ടയോടെ കഴിക്കണം കേട്ടോ. അല്ലേ, അടിപൊളിയാണ്. ഇത് കഴിക്കണം കേട്ടോ. ഇത് നാടൻ മുട്ടയാണ്. അതായത് കറുത്ത കോഴി ടൈപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ നല്ല മുട്ട. ചോ കഴിക്കില്ലെങ്കിൽ കഴിക്കത്തില്ല. അതവിടെ വെച്ചേക്കത്തെ, അതവിടെ വെച്ചേക്ക് കേട്ടോ. അവിടെ വെച്ചേക്ക്, അവിടെ വെച്ചേക്ക്, അടുത്തോളാം. ആ എല്ലാം കൂടിയിട്ട് വരാം വെച്ചാ. ആ എല്ലാം കൂടിയിട്ട് വരവ്. അടിപൊളിയായിട്ട് കഴിക്കൂ കേട്ടോ. അതുകൊണ്ട് നാട്ടിലിരിക്കുന്നു. അതും കൂടി എടുത്തു. അവിടെ വെച്ചത് ഒറ്റയ്ക്കാണ് അങ്ങോട്ട് പോകണം. കൂട്ടിനൊന്നും ആരുമില്ല. ചോറ്റാനിക്കര വരെ ഡ്രൈവ് ചെയ്യണം. ഞാൻ അതുകൊണ്ടൊരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചു. 3 മണിക്ക് കഴിഞ്ഞൊരു 4, 5, 6, 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എത്താൻ പറ്റും. അങ്ങനെ ഈ വീഡിയോയിലെല്ലാം ചോദിക്കും ബൈജു അണ്ണനെ കാണിക്കത്തില്ല. ഞാൻ ബൈജുവിന് 2-3 വട്ടം ബൈജു വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലൊക്കെ വരാറുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ കാണിക്കാം, ബൈജുവിനെ കാണിക്കാം. ബൈജു ഇന്നുണ്ട് ഇവിടെ. കാരണം ഞാൻ ഇന്ന് പോവുകയാണ്. ബൈജു വരൂ, ഇന്നെ തിരക്കുന്നു, വാ. ഇതാണ് ബൈജു. ബൈജു ഒരു കലാകാരനാണ് കേട്ടോ. എൻ്റെ കൂടെ പ്രോഗ്രാമിലൊക്കെ ബൈജു വരാറുണ്ട്. അതായത് വീട്ടിലാണുള്ളപ്പം എല്ലാ തവണ ഇവിടെ കാണും. ഇപ്പം ഞാനിനി പോയിട്ട് എനിക്കിനി 3-ാം തീയതി തൊട്ട് 20-ാം തീയതി വരെ ഷൂട്ടിംഗ് ഉണ്ട്. അതിനിടയ്ക്ക് 3 ദിവസം ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ ഞാൻ ഓടി വരും ഇല്ലടാ.
അതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അച്ഛനും ബൈജുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഞങ്ങളാണ് അവരെ നല്ല ഗുലാനുമാണ്. കാരണം എൻ്റെ കൂട്ട് തന്നെയാണ്. അതിലുപരി ഞാൻ വയ്ക്കുന്ന അതുപോലുള്ള ആഹാരം അവന് വയ്ക്കും അല്ലേ. മീൻകറിയൊക്കെ എന്നെയൊക്കെ നല്ലപോലെ കുറച്ചുകൂടെ അവനാണ് വയ്ക്കുന്നത്. കാരണം പാചകത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പോക്കെടാ. ഓക്കെ ഓക്കെ, ഇതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കൂ. തൈര് വേണോ അച്ഛാ? ചാ നല്ലൊരു ഒഴിച്ച് കൊടുത്തായിരുന്നു അച്ഛന്. തൈരും ചമ്മന്തിയും കാന്തിരിമുളകിട്ട് ചമ്മന്തിയാണ്, നല്ല ടേസ്റ്റാണ്. ഉരുളക്കിഴങ്ങ് കഴിച്ചു. ഇനി വേണോ? കൂട്ടാൻ വേണോ അച്ഛന്? കൂട്ടാൻ കുറച്ചുകൂടെ തരട്ടെ? എൻ്റെ അച്ഛൻ ഇത്രയും ചോറുണ്ട്. ഇത്ര മതിയോ അച്ഛാ? ഈ വെള്ളം കുടിച്ചോ. ഈ വെള്ളം കുടിക്കും. ഈ വെള്ളം കുടിച്ചോ. വെള്ളം കുടിക്കും. ആ, ഞാൻ കഴുകിക്കൊള്ളാം. അച്ഛൻ അവിടെ കൊണ്ട് കഴുകിക്കോ. അച്ഛൻ അവിടെ കൊണ്ടുപോയേ കഴിവ്. ചോറുണ്ട്, തോനെയുണ്ടല്ല, കുറച്ചുണ്ടല്ലോ. എന്നാലും അത്ര ആവശ്യത്തിനുള്ള കഴിച്ചു. വെള്ളം എപ്പം എന്നാ അച്ഛാ? അത് അണ്ണൻ്റെ ആ ശകലെടുത്തു ശകലെടുത്തു. ഇവിടെ എനിക്ക് ചോറ് കൊണ്ടുപോകാനായിട്ട് രാത്രി കഴിക്കാനായിട്ട് പൊതിയാനായിട്ട് ഓംലെറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ട് പോയി. പൊതിയാനായിട്ട് എടുത്ത് വന്നപ്പോഴത്തേക്കാണ് അച്ഛൻ ഓംലെറ്റ് എടുത്ത് അച്ഛൻ കഴിക്കുന്നത്. അച്ഛപ്പോൾ കഴിച്ചതേ ഉള്ളൂ, വീണ്ടും എടുത്ത് കഴിക്കുന്നത്. കഴിച്ചോളൂ, അടിപൊളിയായിട്ട്. ഇത് ചോറ്, കാന്താരിയും ചമ്മന്തി, ഉരുളക്കിഴങ്ങ് വെഴുക്കൂര, പിന്നെ തൈര് ഞാനൊരു കുപ്പിയിലാക്കിയിട്ടുണ്ട്. ഇത് അച്ഛൻ അടിച്ചുകൊണ്ട് പോയി. ബൈജു കണ്ട് ചിരി വരുന്നത്. ബൈജൻ കണ്ടുകൊണ്ട് ഇത് ഇല്ലൂടെ അച്ഛൻ ഓംലെറ്റ് അച്ഛൻ അടിച്ചുകൊണ്ട് പോയിട്ട് അച്ഛൻ കഴിക്കുക. ഒരു നിമിഷത്തിൻ്റെ വ്യത്യാസത്തിലാണ് ഓംലെറ്റ് നമുക്ക് നഷ്ടമായത്. ചോറെടുക്കുന്നത് വൈകിട്ട് കഴിക്കുന്നത്, ഹോട്ടലിൽ നിന്ന് വൈകിട്ട് കഴിക്കണ്ടെന്ന് വെച്ച് അവിടെ കാറിലാണ് പോകുന്നത്. സുഖമായിട്ട് കൊണ്ടുപോകാൻ നമ്മുടെ വെച്ചു. ഓക്കെ, ഇനി എടുത്തു സാധനം. ആ വെച്ചോ, അച്ഛൻ കഴിവിക്കുന്നത് കുഴപ്പമില്ല. എടുക്കാൻ ചെറിയില്ല. ഒരു കെട്ട് പിന്നെ കാര്യമില്ല, ഇതിനകത്തൊന്നുമില്ല, കിട്ടുന്നില്ല. ഒരു കാര്യം ഇത് ചെയ്യണം, ഇത് കെട്ടൊക്കെ അങ്ങനെ നിങ്ങളുടെ കൂട്ട് റെഡിയാക്കി. അച്ചാർ മാത്രം തീർന്നു കേട്ടോ. അച്ചാറെല്ലാം തീർന്നു. അച്ചാറ് ഒട്ടുമില്ല. രാത്രിയിലത്തേക്കുള്ള എൻ്റെ ഫുഡ്. ഓക്കെ അച്ഛാ. ഫുഡ് കാരിയർ റെഡി. ഞാൻ പോയിട്ടെ ഷൂട്ടിങ് പോവാ. ചോറ്റാനിക്കല അത് എറണാകുളം. അങ്ങ് പോയിട്ടെ.
ബൈജൂടെ കൊണ്ട് ബൈജു പറയുന്നത് കഴിക്കണം കേട്ടോ. സമയത്ത് ആഹാരമൊക്കെ കഴിക്കണം. കഴിക്കൂ. എറണാകുളത്ത് പോയിട്ട് ഞാൻ കണ്ടു. ഓക്കെ ബൈ. ഓക്കെ ബൈ. ബൈ എല്ലാം നോക്കിക്കോ. ഓക്കെ.